മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 99-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ആപസൃഷ്ട്യാദിജന്യാ പ്രഥമമയി വിഭോ ഗർഭദേശേ ദധുസ്ത്വം യത്ര ത്വയ്യേവ ജീവാ ജലശയന ഹരേ സംഗതാ ഐക്യമാപൻ തസ്യാജസ്യ പ്രഭോതേ വിനിഹിതമഭവത് പത്മമേകം ഹി നാഭോ ദിക്പത്രം യത്കിലാഹു കനകധരണിഭൃത്കർണികം ലോകരൂപം. ഭഗവാനിൽ നിന്ന് ആ പ്രപഞ്ചം ഉണ്ടായതിനെ പറ്റിയിട്ട് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആപസൃഷ്ട്യാദി ജന്യാഹ ആപഹ, സൃഷ്ടിയുടെ ആദിയിൽ ഉണ്ടായതായിട്ടുള്ള ആപഹ എന്ന് വെച്ചാൽ അപ്പ് എന്നുള്ളതായിട്ടുള്ള ശബ്ദം, അതിൻ്റെ ബഹുവചനാണ് ആപഹ എന്നുള്ളത്. ആപഹ, അപഹ, അഭ്ഭി, അഭ്യ, അഭ്യ, അങ്ങനെയാണ് സിദ്ധരൂപം വരിക. ആപഹ എന്ന് ബഹുവചനായിട്ടേ പ്രയോഗമുള്ളൂ. അതുപോലെ സ്ത്രീലിംഗം ബഹുവചനം ആയിട്ടാണ് അപ്ശബ്ദത്തിൻ്റെ പ്രയോഗം. ജലം എന്ന് ഏകവചനമായിട്ട് പ്രയോഗിക്കില്ല. ആപഹ ബഹുവചനായിട്ടേ ഉള്ളൂ പ്രയോഗം എന്നുള്ളതാണ്. ആപഹ ജലം. സൃഷ്ട്യാദിജന്യ, അപ്പം അതിൻ്റെ വിശേഷണമാകുമ്പോൾ അതും ബഹുവചനായിട്ട് തന്നെയാണ് വരിക. സൃഷ്ട്യാദിജന്യാഹ, സൃഷ്ടിയുടെ ആദിയിൽ ജന്യമായിട്ടുള്ള, ആദിയിൽ ഉണ്ടായത്, ആദ്യത്തെ സൃഷ്ടി ജലം ആണ് എന്നാണ്. അതായത് ജലം ജലയേവ സസർജാദൗ എന്നൊക്കെ ഉണ്ട്. അപ്പം ജലത്തിനെയാണ് ആദ്യം ഉണ്ടാക്കിയത് ഭഗവാൻ എന്നുള്ളത്. ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ്. സൃഷ്ടിയുടെ ആദിയിൽ ജലം ഉണ്ടായി, എന്നിട്ട് ആ ജലത്തിൽ ഭഗവാൻ തന്നെ വിശ്രമിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഓരോരോ തരത്തിലുള്ളതായിട്ടുള്ള സൃഷ്ടിയുടെ ക്രമത്തിനെ പറ്റിയിട്ട് പല വിധത്തിലുള്ളതായ പുരാണങ്ങളിൽ തന്നെ, പുരാണങ്ങളിലും ഇതിലും ഒക്കെ വേദങ്ങളിലും ഒക്കെ പലതരത്തിലുള്ളതായിട്ടുള്ള പ്രതിപാദനമുണ്ട് സൃഷ്ടിയെക്കുറിച്ച്. ഇവിടെ പറയണത് ജലത്തിനെ ആദ്യം സൃഷ്ടിച്ചു, അത് കഴിഞ്ഞിട്ട് ആ ജലത്തിൽ ഭഗവാൻ തന്നെ, ആ ജലമധ്യത്തിൽ ഭഗവാൻ ശയിച്ചു. ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു പത്രം, ഒരു ദിക്പത്രം, താമര ഉണ്ടായി. ആ താമരയിൽ ബ്രഹ്മാവ് വന്നു, ബ്രഹ്മാവിനോട് സൃഷ്ടി തുടരാനായിട്ട് പറഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ പറയണത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ താമര, പ്രകൃതി പുരുഷൻ എന്നുള്ളത് ആ രണ്ടാമത്തെ വേറൊന്നുണ്ടല്ലോ, പ്രകൃതിയും പുരുഷൻ. ആ പുരുഷൻ്റെ വീക്ഷ മാത്രം കൊണ്ട് പ്രകൃതിയിൽ ചലനം സംഭവിച്ചു. ത്രിഗുണങ്ങൾക്ക്, പ്രകൃതിയിലുള്ളതായിട്ടുള്ള ഗുണത്രയങ്ങൾക്ക്, അവരുടെ സാമ്യാവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചു. അതിൽ നിന്ന് മഹത്വ, അഹങ്കാരം, തന്മാത്രകളിൽ നിന്ന് മഹാഭൂതങ്ങൾ ഒക്കെ ഉണ്ടായി എന്നുള്ളതായിട്ടുള്ള ഒരു സൃഷ്ടിക്രമം വേറെ പറയുന്നുണ്ട്. അപ്പം ഈ സൃഷ്ടിക്രമത്തിൽ ജലത്തെയാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നാണ്. അത് ആദ്യം സൃഷ്ടിച്ചപ്പോൾ ആ ഭഗവാൻ തന്നെയാണ് ഈ ജലത്തിനെ സൃഷ്ടിച്ചത്. ആ ജലം മുഴുവൻ, ലോകം, പ്രപഞ്ചം മുഴുവൻ ജലമയമായിരുന്നു എന്നുള്ളതാണ്. വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ജലത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ ശയിച്ചു. ആ ഭഗവാന്റെ ഉള്ളിൽ എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു, ഏകീഭവിച്ചു, ഭഗവാനായിട്ട് ഏകീഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയണത്. ആപ സൃഷ്ട്യാദിജന്യാഹ, സൃഷ്ടിയുടെ ആദിയിൽ ഉണ്ടായതായ ജലങ്ങൾ, ആപഹ ജലം. പ്രഥമം ഐ വിഭോ, ഐ എന്നുള്ളത് സംബോധന. പ്രഥമം വിഭോ ഗർഭദേശേ ദധുസ്ത്വം, പ്രഥമം ആദ്യമായിട്ട് അങ്ങയെ ഗർഭദേശേ ദധുഹു, ആ ജലത്തിൻ്റെ ഗർഭത്തിൽ അങ്ങയെ വഹിച്ചു എന്നാണ്. ഭഗവാനെ തന്നെ ആ ജലം ഗർഭത്തിൽ വഹിച്ചു. ഭഗവാൻ എൻ്റെ ഉള്ളിലെ മധ്യത്തിലായിട്ട്, ആ ജലത്തിൻ്റെ മധ്യത്തിലായിട്ട് ഭഗവാൻ ശയിച്ചു എന്നാണ്. ജലശയനായി, അപ്പോൾ ജലത്തിൽ ശയിക്കുന്നവനായി. ഗർഭദേശേ ദധുഹു ത്വം, അങ്ങയെ ദധുഹു ധരിച്ചു. തത്ര ത്വയ്യേവ ജീവാ ജലശയന, ജലശയന, അങ്ങനെ അപ്രകാരം
ജലത്തിൽ ശയിക്കുന്നതായ അല്ലയോ ഭഗവാനെ നാരായണൻ എന്നുള്ളതായിട്ടുള്ള പേര്. നാരം എന്ന് വെച്ചാൽ ജലം. ആ ജലത്തിൽ ശയിക്കുന്നവൻ നാരായണൻ എന്നുള്ളതായിട്ടുള്ള നാമം. അപ്പം അങ്ങനെ ജലശയന, ജലത്തിൽ ശയിക്കുന്നതായ അല്ലയോ ഭഗവൻ, ത്വയി ഏവ, അങ്ങയിൽ തന്നെ, ജൈവാഹ, എല്ലാ ജീവാത്മാക്കളും ഹരേ സംഗതാഹ ഐക്യമാവൻ, ആ ഭഗവാന്റെ ഉള്ളിൽ തന്നെ, ആ പ്രളയത്തിൽ ഭഗവാൻ ശയിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ആ ഭഗവാന്റെ ഉദരത്തിൽ തന്നെ ഈ എല്ലാ ജീവാത്മാക്കളും ഐക്യം പ്രാപിച്ചു എന്നാണ്. അവിടെ എത്തിച്ചേർന്നു. ആ കൽപ്പാന്തത്തിൽ ആ പ്രളയത്തിൽ അങ്ങയുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഇതൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതായത് പൂർവകൽപ്പത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടായതായിട്ടുള്ള മഹാപ്രളയം, ആ മഹാപ്രളയത്തിൽ ഭഗവാൻ ശയിച്ചു. അവിടെ ശയിച്ച് കിടക്കുന്നതായിട്ടുള്ള, ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഉണർത്തി, കാലശക്തി ഉണർത്തി. അങ്ങനെ ഉണർന്നതായിട്ടുള്ള കാലശക്തിയിൽ നിന്ന്, അതൊക്കെ നേരത്തെ നാരായണീയത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ എത്ര ത്വയ്യേ, എത്ര യാതൊരു ഇടത്ത്, ത്വയി ഏവ, അങ്ങയിൽ തന്നെ, ജീവാഹ ജലശയന, അല്ലയോ ജലശയനായിട്ടുള്ള, ജലത്തിൽ ശയിക്കുന്നതായിട്ടുള്ള ഭഗവൻ, എല്ലാ ജീവാത്മാക്കളും ഹരേ സംഗത ഐക്യമാവൻ, ഹരേ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നവനെ, ഇല്ലാതാക്കുന്നവനെ, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും പ്രളയത്തിൽ നശിപ്പിക്കുന്നവനെ, എന്തായാലും വിരോധമില്ല. ഹരേ സംഗതാഹ ഐക്യമാവൻ, ഈ എല്ലാ ജീവജാലങ്ങളും ജീവാത്മാക്കളും സംഗതാഹ അങ്ങയിൽ തന്നെ ചേർന്ന് ഐക്യത്തെ പ്രാപിച്ചു, അങ്ങയോട് ഐക്യത്തെ പ്രാപിച്ചു എന്നാണ്. തസ്യ അജസ്യ അപ്രകാരം അജനായിട്ടുള്ള, ജനനമില്ലാത്തവന്, അജൻ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവൻ. അജൻ എന്നുള്ളത് ശിവനെ കുറിച്ചും അജൻ എന്ന് പറയും, വിഷ്ണുവിനെ കുറിച്ചും അജൻ എന്ന് പറയും. ഏതായാലും വിഷ്ണു ആയാലും ശിവനായാലും ഒക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളതിൽ രണ്ട് കൂട്ടരെയും അജൻ എന്ന് പറയും. വിഷ്ണുവിനെയും പറയും, ശിവനെയും അജൻ എന്ന് പറയും. അങ്ങനെ അല്ലയോ ജനനമില്ലാത്തവനെ, തസ്യ പ്രഭോ അല്ലയോ പ്രഭുവായിട്ടുള്ള, എല്ലാറ്റിനും പ്രഭവമായിട്ടുള്ള, എല്ലാറ്റിൻ്റെയും പ്രഭു എന്നുള്ളത് പല അർത്ഥത്തിലും പറയാം. പ്രഭവം ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ പറയാം. അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും അധീശനായിട്ടുള്ള, അല്ലയോ അജനായിട്ടുള്ള, ജനനമില്ലാത്തതായിട്ടുള്ള, തസ്യ അങ്ങനെയുള്ള പ്രഭോ, ആ തസ്യ അജസ്യ ജനനമില്ലാത്തതായ ആ പരമാത്മാവിൻ്റെ, അങ്ങയുടെ തന്നെ, വിനിഹിതമഭവത് പത്മമേകം ഹി നാഭൗ അങ്ങയുടെ ആ നാഭിയിൽ, അങ്ങയുടെ പൊക്കിൾക്കൊടിയിൽ, ഏകം പത്മം വിനിഹിതമഭവത് ഒരു പത്മം, താമര അതിൽ ഉണ്ടായി. അങ്ങയുടെ നാഭിയിൽ നിന്ന് ഒരു താമര വിനിഹിതമഭവത് വയ്ക്കപ്പെട്ടതായി വന്നു. അങ്ങയിൽ നിന്ന് തന്നെ ഒരു താമര പുറത്തു വന്നു എന്നാണ്. അങ്ങയുടെ നാഭിയിൽ നിന്ന് ഒരു താമര പുറത്തു വന്നു. വിനിഹിതമഭവത് തസ്യ അജസ്യ പ്രകാരം അജനായിട്ടുള്ള, ജനനരഹിതനായിട്ടുള്ള അങ്ങയുടെ നാഭിയിൽ നിന്നും ഒരു പത്മം പുറത്തേക്ക് വന്നു എന്നാണ്. വിനിഹിതം അഭവത് പത്മം ഏകം ഹി നാഭൗ, ഏകം പത്മം നാഭൗ വിനിഹിതം അഭവത്. ദിക്പത്രം യത് കിലാഹു, അതിൻ്റെ ആ താമരയുടെ ഇതളുകൾ, അതായത് താമര പൂവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. താമര പൂവാണ് ഉണ്ടായത്. അതിൻ്റെ പത്രങ്ങൾ 4 ഭാഗത്തേക്കും വികസിച്ച് നിൽക്കുന്നതായിട്ടുള്ള പത്രങ്ങൾ, അതെന്താണ്? ദിക്പത്രം, ദിക്കുകളാണ് പത്രങ്ങൾ എന്ന്. ആ ദിക്കുകളാണ് ഭഗവാന്റെ, ആ പത്രത്തിൻ്റെ സ്വരൂപം ദിക്കുകൾ തന്നെയാണ് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ളതായ പത്രത്തിൻ്റെ, താമരയുടെ സ്വരൂപം ദിക്കുകളാകുന്ന പത്രങ്ങളോട്, ഇതളുകളോട് കൂടിയതായിട്ടുള്ള ഒരു താമരയാണ് ഇവിടെ ഉണ്ടായത് എന്നാണ്. അതായത് അത്രയും വലിയതായിട്ടുള്ള താമര എന്നുള്ള അർത്ഥത്തിലാണ്. ആ ദിക്കുകൾ തന്നെയാണ് അതിൻ്റെ പത്രങ്ങൾ എന്നാണ്. ആ ദിക്കുകളുടെ മധ്യത്തിൽ ഉള്ളതായിട്ടുള്ള കർണിക, അതെന്താണ് എന്ന് വെച്ചാൽ കനകധരണിഭൃത് കർണികം, കനകധരണിഭൃത്താകുന്ന കർണികത്തോടു കൂടിയത്. കർണികം, അതിൻ്റെ നടുവിൽ ഉള്ളതായിട്ടുള്ള ആ കർണികം, അത് കനകധരണിഭൃത്താണ്. ധരണിഭൃത്ത് എന്ന് വെച്ചാൽ പർവ്വതം. കനകധരണിഭൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനകം കൊണ്ടുണ്ടായിട്ടുള്ളതായ പർവ്വതം, മേരുപർവ്വതമാണ് പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിൽ ഉള്ളത് എന്നാണ് സങ്കല്പം. ഏറ്റവും മധ്യത്തിലുള്ളത്
മേരുപർവ്വതമാണ് എന്നാണ്. ആ മേരുപർവ്വതത്തിൻ്റെ നിറം സ്വർണ്ണ നിറമാണ്. ആ സ്വർണ്ണ നിറമായിട്ടുള്ള സ്വർണ്ണമയമായിട്ടുള്ള സ്വർണ്ണ നിറം എന്നല്ല പറയണത് അവിടെ, സ്വർണ്ണമയമായിട്ടുള്ള മേരുപർവ്വതമാണ് ആ താമരയുടെ, പ്രപഞ്ചമാകുന്ന താമരയുടെ മധ്യത്തിൽ വർത്തിക്കുന്നത്. അതായത് ഈ പത്മം തന്നെയാണ് പ്രപഞ്ചമായിട്ടുള്ളത്. ആ പ്രപഞ്ചമായിട്ട് വന്നത് ഈ പത്മം തന്നെയാണ്. ആ പത്മത്തിൻ്റെ മധ്യത്തിലുള്ളതായിട്ടുള്ള കർണിക മേരുപർവ്വതമാണ് എന്നാണ്. അപ്പം അങ്ങനെ ആ മേരുപർവ്വതത്തിനാവുന്ന കർണികയോട് കൂടിയതായിട്ടുള്ള ഒരു ദിക്പത്രം അങ്ങയുടെ നാഭിയിൽ നിന്ന് ഉണ്ടായി എന്നാണ്. ദിക്പത്രം യത്കിലാഹു, ആഹു പറയപ്പെടുന്നു. കനകധരണിഭൃത് കർണികം, ധരണിഭൃത്താകുന്ന മേരുപർവ്വതമാകുന്ന കനകപർവ്വതം, അതായത് മേരുപർവ്വതം, മേരുപർവ്വതമാകുന്ന കർണികത്തോടു കൂടിയതായ ഒരു പത്മം, അങ്ങയുടെ താമര, അങ്ങയുടെ അതിൻ്റെ ദിക്കുകളൊക്കെ ദിക്പത്രം, ദിക്കുകളാവുന്ന പത്രങ്ങളോടുകൂടിയ ഇതളുകളോടുകൂടിയ ഒരു താമര അങ്ങയുടെ നാഭിയിൽ നിന്നും ഉണ്ടായി എന്നാണ്. അതായത് ആ ദിക്കുകൾ തന്നെയാണ് അതിൻ്റെ അഷ്ടദളങ്ങൾ, 8 ദിക്കുകൾ എന്ന് പറഞ്ഞാൽ അഷ്ടദളങ്ങളാണ് ഈ താമരയുടെ കർണികങ്ങൾ എന്നാണല്ല. ഇതളുകൾ താമരയുടെ ഇതളുകൾ 8 ഇതളുകളാണുള്ളത്, അത് 8 ദിക്കുകളാണ് എന്നാണ്. അതായത് ഓരോ ദിക്കിലേക്കും പരന്നു കിടക്കുന്നതായിട്ടുള്ള ഇതളുകളോട് കൂടിയതായിട്ടുള്ള ഒരു താമര അങ്ങയുടെ നാഭിയിൽ നിന്നും ഉണ്ടായി എന്നാണ്. ആപസൃഷ്ട്യാദിജന്യ പ്രഥമമയി വിഭോ ഗർഭദേശേ ദധുസ്ത്വം യത്ര ത്വയേവ ജീവാ ജലശയന ഹരേ സംഗത ഐക്യമാവൻ തസ്യാജസ്യ പ്രബോധേ വിനിഹിതമഭവത് പത്മമേകം ഹി നാഭോ ദിക്പത്രം യത്കിരാഹു കനകധരണിഭൃത് കർണികം ലോകരൂപം. ആ പത്മം തന്നെയാണ് ലോകമായിട്ടുള്ള രൂപത്തോടു കൂടിയ രൂപത്തെ ധരിച്ചത് എന്നുള്ളതാണ്. ലോകരൂപം, അത് ലോകമാവുന്ന രൂപത്തോടു കൂടിയതായിട്ടുള്ള ആ പത്മം, അത് തന്നെയാണ് ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉണ്ടായ പത്മം തന്നെയാണ് ലോകരൂപമായിട്ട് തീർന്നത് എന്നാണ് അവിടെ പറയണത്. കർണികം ലോകരൂപം, അതിൻ്റെ മധ്യത്തിൽ മേരു പർവ്വതം കർണികയായിട്ട് നിൽക്കണു എന്നാണ്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ദേവാ കൽപ്പാദ്യതോയം തവ വപുവതിനെ ഗർഭമായി ധരിച്ചു ചേർന്നു നാരായണ വന്നഖിലമതു വിഭോ ജന്തുജാലം ഭവാനിൽ. പിന്നെയുണ്ടായതപ്പോളജ ജലജമതൊന്നാശു നിന്നാഭിദേശേ അപ്പൂവാണി പ്രപഞ്ചം ദിശയിതളുകളാം കേസരം മേരുഭാഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.